ഒരു മനുഷ്യൻ തെറ്റു ചെയ്താൽ അല്ലാഹു ദുനിയാവിൽ എങ്ങനെയാണ് ആ തെറ്റിനുള്ള ശിക്ഷയായി അവനോട് പെരുമാറാൻ പോകുന്നത്? സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ അവന്റെ ഹൃദയങ്ങൾ കറ പിടിച്ചുപോയിരിക്കുന്നു. ഒന്നാമത്തെ ശിക്ഷ മനുഷ്യൻ അല്ലാഹു തആല ഭൗതിക ലോകത്ത് നൽകുന്ന ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തെ കറുത്ത ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്. കറ പിടിച്ച കളങ്കമുള്ള ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചത് കാരണമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുകയാണ്. സീസറക്ക വലിക്കുന്ന ആളുകൾ, ബീഡി വലിക്കുന്ന ആളുകൾ, തുമ്മാൻ തിന്നുന്ന ആളുകൾ, അവരുടെയൊക്കെ പല്ലും ചുണ്ടും ശ്വാസകോശവും നാവും ഒക്കെ പല രീതിയിൽ കറകൾ പിടിച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയങ്ങൾ കറുത്തുപോകും എന്നാണ് അല്ലാഹു ഖുർആനിലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലും പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസുണ്ട്, ഇന്നൽ അബ്ദ, ഒരാൾ ഇദാ അഖ്തഅ ഖത്വീഅ, തെറ്റു ചെയ്താൽ നുക്തത ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ, അയാളുടെ ഓരോ തിന്മകൾക്കും അല്ലാഹു തആല ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ ഇട്ട് കൊടുക്കും. ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു, അയാൾ തെറ്റിൽ നിന്ന് മാറി നിന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ആ കറയെ അല്ലാഹു മായ്ച്ചു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഓരോ തെറ്റിനും ഓരോ കറകളുണ്ടെന്ന്. പ്രത്യേകിച്ച് വൃദ്ധന്മാരായ ആളുകൾ, അവർക്കൊരു തെറ്റു ചെയ്താൽ അല്ലാഹുവിന്റെ മലായികകൾ ഉടനെ തന്നെ ആ തെറ്റിനെ രേഖപ്പെടുത്തുമെന്നാണ്. എന്നാൽ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല 3 അവസരം നൽകുമെന്ന് ഹദീസുകളിൽ കാണാം. 15-ന്റെയും 40-ന്റെയും ഇടയിലുള്ള പ്രായക്കാരാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ആ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല 3 ചാൻസുകൾ നൽകുന്നുണ്ട്, 3 അവസരങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്, അയാളൊരു തെറ്റ് ചെയ്യുമ്പോൾ മലക്കിനോട് പറയും, എഴുതണ്ട, അവിടെ തൗബ ചെയ്ത് നന്നാകുമോ എന്ന് നോക്കട്ടെ, എഴുതണ്ട എന്ന് പറയും. പിന്നെയും അയാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും മലക്കുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോഴും പറയും, വേണ്ട, രേഖപ്പെടുത്തണ്ട. അങ്ങനെ 3-ാമത്തെ തവണ അയാൾ തെറ്റ് ചെയ്യുമ്പോഴാണ് മലക്കുകൾ ആ തിന്മകളെ രേഖപ്പെടുത്തുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അത് യുവാക്കളെ കുറിച്ചാണ്, വൃദ്ധന്മാരായ ആളുകളെ കുറിച്ചല്ല. സ്വാഭാവികമായി ഓരോ മനുഷ്യന്റെ ശരീരവും തിന്മയോട് താല്പര്യം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് യൗവനകാലം എന്ന് പറയുന്നത് തിന്മയോട് പ്രവണതയുള്ള പ്രായമാണത്, കാലഘട്ടമാണത്. തെറ്റു ചെയ്യാനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ആളുകളൊക്കെ എന്തിനാന്ന് ചോദിക്കും. എന്നാള് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ വരുമ്പോ ആവേശത്തോടെ അതിനെ സ്വീകരിക്കും. ഇതിനിപ്പോ വാല്യൂ വെക്കേണ്ട ആവശ്യം? അങ്ങനെ ചോദിക്കും ചെറുപ്പക്കാരെ. എന്താ വാല്യൂ വെക്കേണ്ട ആവശ്യം? ഇത്രകാലം വാല്യൂ വെച്ചിട്ട് എന്തായി? ഇത്രകാലം വേൾഡ് കപ്പ് വെച്ചിട്ട് എന്തായി? അത് തിരിച്ചു വയ്ക്കാറുണ്ടോ? ഇത്രകാലം മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും നെയ്മറിന്റെ ഒക്കെ കട്ടൗട്ട് ആകാശത്തേക്ക് ഉയർത്തി വെച്ചിട്ട് എന്തായിപ്പോ? കപ്പെടുത്ത് കൊണ്ടുവന്നോ? വെച്ചാളൊക്കെ കൊണ്ടുവന്നോ? അഞ്ഞങ്ങാട് മുതൽ ചെർക്കള വരെയുള്ള ഓരോ ടൗണുകളിലും വലിയ വലിയ കട്ടൗട്ടുകൾ വെച്ചില്ലേ ലക്ഷങ്ങൾ ചെലവഴിച്ച്, അവരൊക്കെ കപ്പുകൊണ്ടുവന്നോ? ആ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. നന്മകളോട് വിമുഖത കാണിക്കുകയും തിന്മയോടൊരു പ്രവണത കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുശ്ശാബ തായിബ്, തൗബ ചെയ്യുന്ന യുവാക്കളെ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമാണ്. മനുഷ്യന്റെ ഹൃദയം അങ്ങനെയാണ്, തെറ്റിനോട് താല്പര്യം കാണിക്കുന്നത്. പക്ഷേ
തെറ്റുകൾ വന്നു പോകുമ്പോൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന യുവാക്കളെ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വയസ്സായിട്ടും തിന്മയിൽ മുഴുകുന്ന വൃദ്ധരായ ആളുകളോട് അള്ളാഹുവിന് കോപമാണ്. 40 കഴിഞ്ഞിട്ടും തെറ്റുകളിൽ വ്യാപൃതരാകുന്നവർ. 40 കഴിയുമ്പോ ഒന്ന് ഒരുങ്ങണം ഖബറിലേക്ക്. 40 വരെ ഒരുങ്ങണ്ട എന്നല്ല, 40 എന്നുള്ളത് നമ്മുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം അസ്തമിച്ചു, ഇനി ഞാൻ വൃദ്ധനാവാൻ പോവാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ്. 40 കഴിഞ്ഞിട്ടും തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളോട് അള്ളാഹുവിന് കോപമാണെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റു ചെയ്ത ഒരാൾ തെറ്റിൽ നിന്ന് പിന്മാറി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റിനെ അള്ളാഹു മായ്ച്ചു കളയും, ശുദ്ധമായ തെറ്റാക്കും. ശുദ്ധമായ ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഹൃദയത്തെ ശുദ്ധീകരിച്ചവനായ അയാൾ മാറും. അയാൾ വീണ്ടും മടങ്ങിയാൽ തൗബ ചെയ്യുന്നതിന് പകരം തെറ്റുകളാണ് അയാൾ ആവർത്തിക്കുന്നതെങ്കിൽ ആ കറകൾ അയാളുടെ ഹൃദയത്തെ ആവരണം ചെയ്യുമെന്ന്, അയാളുടെ ഹൃദയത്തെ പൊതിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി ഖുർആനിൽ പറഞ്ഞില്ലേ? ഖല്ലാബൽ റാന അലാ ഖുലൂബിഹിം എന്ന് ഖുർആനിൽ പറഞ്ഞ റാൻ എന്ന് പറയുന്ന അസുഖം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തിന്മകൾ ആവരണം ചെയ്യലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.